ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മുടെ പേഡ് ഗ്രൂപ്പിലും ഫ്രീ ഗ്രൂപ്പിലായിട്ട് ഇഷ്ടംപോലെ മെമ്പേഴ്സ് പുതിയതുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത്. നമ്മുടെ എൻട്രി എങ്ങനെയാണ്, സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ട്രേഡിംഗ് സൈക്കോളജി, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ലാസ്റ്റ് ഇതിന് ശേഷം നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയ്ക്ക് പോവാം. എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, നമ്മുടെ സെറ്റപ്പുകളൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത്. അപ്പോൾ പുതിയത് കയറിയുള്ള മെമ്പേഴ്സ് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, ചാടി കയറിയിട്ടുള്ള ട്രേഡിംഗ് ഒന്നും നമുക്കില്ല. നമുക്ക് പ്രോപ്പർ കണ്ടീഷൻസ് ഉണ്ട്. അത് വന്നാലാണ് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആവുള്ളൂ. ഇത് നിഫ്റ്റി സ്ട്രൈക്കാണ്, 23,250 PE ആണിത്. അപ്പോൾ എൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 87 രൂപ 45 പൈസയിലാണ് ഒരു ലെവൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ ട്രേഡിംഗ് ഒക്കെ കഴിഞ്ഞ് പെയ്ഡ് ഗ്രൂപ്പിലത്തും ഫ്രീ ഗ്രൂപ്പിലത്തൊക്കെ ട്രേഡിംഗ് കഴിഞ്ഞിട്ട് വേറൊരു ട്രേഡാണിത്. മനസ്സിലായില്ലേ? ഞാൻ പെയ്ഡ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടായിരുന്നു ഈ ഫിഗറിനെ കുറിച്ചിട്ട്, 87.45 കുറിച്ചിട്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്, ഇത് ബേസിക്കലി പ്യുവർ എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. എങ്ങനെയാണ് നമുക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രൈസ് റേഞ്ച് തന്നു കഴിഞ്ഞാൽ, ഞാനൊരു പ്രൈസ് പറയുകയാണ് 87.45 എന്ന് പറഞ്ഞ പ്രൈസ് പറയുകയാണ് നിങ്ങളുടെ അടുത്ത്, ടെലിഗ്രാമിൽ, പെയ്ഡ് ഗ്രൂപ്പിലോ ഫ്രീ ഗ്രൂപ്പിലോ എനിവേർ. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ അങ്ങനെ ട്രേഡ് എടുക്കണം. ഒരു പ്രൈസ് തന്ന ശേഷം നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ക്യാൻഡിൽസ് അടിയിൽ നിന്ന് വരുന്നുണ്ടാവും. അതായത് ഇങ്ങനെ തന്നെ ഇപ്പോൾ നമുക്ക് കാണാമല്ലോ, അടിയിൽ നിന്ന് ഇങ്ങനെ കയറി നമ്മൾ പറഞ്ഞ 87.45 പ്രൈസ് അടിയിൽ നിന്ന് ഇങ്ങനെ കയറി വരികയാണ്. ആ ടൈമിൽ നമ്മളെന്താ ശ്രദ്ധിക്കേണ്ട കേസ്, ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബയ്യേഴ്സ് ക്ലോസിംഗ് ആണ്. ബയ്യേഴ്സ് ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയ്യേഴ്സിൻ്റെ ബോഡി ക്ലോസ്, ഗ്രീൻ ക്യാൻഡിൽ ബോഡി ക്ലോസ് ആണ് നമുക്ക് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആവണുള്ളൂ. അത് പക്ഷേ ട്രേഡ് എടുക്കാറായിട്ടില്ല. നമ്മളിപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, ഇതാണ് ബയ്യേഴ്സ് ക്ലോസിങ്. ബയ്യേഴ്സിൻ്റെ ബോഡി ക്ലോസ് മുകളിൽ ഇവിടെ വരുന്നുണ്ട്, 92 വന്നത്. അപ്പോൾ നമുക്കത് ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് മാർക്കറ്റിൽ, നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്, ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടില്ല, ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ക്യാൻഡിലും ബയ്യേഴ്സിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പോഴും ഓപ്പർച്യൂണിറ്റി തന്നെയാണ് മാർക്കറ്റിൽ. ചാടി കയറി ട്രേഡ് എടുക്കാറായിട്ടില്ല, അതെപ്പോഴും പറയും ഞാൻ. അപ്പോൾ അവിടെ നിന്ന് ചാടി കയറി ട്രേഡ് എടുക്കരുത്, ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ളൂ. മൂന്നാമത്തെ ക്യാൻഡിൽ നിങ്ങൾ നോക്കുക, സെല്ലേഴ്സിൻ്റെ ക്യാൻഡിലാണ്, റെഡ് ക്യാൻഡിലാണ്, സെല്ലേഴ്സ് ക്യാൻഡിലാണ്. അതിൻ്റെ ബോഡി ക്ലോസ് അടിയിലാണ് വരിക കേട്ടോ. ബോഡി ക്ലോസ് ഗ്രീൻ ക്യാൻഡിലിൻ്റെ മുകളിലും ബോഡി ക്ലോസ് റെഡ് ക്യാൻഡിലിൻ്റെ അടിയിലുമാണ് കിട്ടുക. മനസ്സിലായില്ലേ? അപ്പോൾ 93 അതിൻ്റെ ബോഡി ക്ലോസ് വരുന്നത്. അപ്പോൾ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി. ഇപ്പോഴത്തെ സെഗ്മെൻറ്റ് ട്രേഡ് ആക്ടിവേറ്റ് ആയി. അത് ഞാൻ മേടിക്കാൻ പറഞ്ഞ പോലെ 87.45 പൈസയിലാണ് മേടിക്കാൻ പറഞ്ഞത്. നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആവുന്നത് ഈ ബോഡി ക്ലോസോട് കൂടിയിട്ട് ട്രേഡ് ആക്ടിവേറ്റ് ആയി 93.15. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യം വരുന്നത്. നമ്മൾ നിഫ്റ്റിയിൽ കൊടുക്കുന്നത് 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 10 പോയിന്റ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്ന് എടുക്കാം. മനസ്സിലായില്ലേ? കറക്റ്റായിട്ട് മനസ്സിലാക്കുക. 93 ബോഡി ലോസ് നിങ്ങൾക്ക് എടുക്കാം. 5 രൂപ വ്യത്യാസം ഉണ്ട് അവിടെ. നമ്മൾ 10 പോയിന്റാണ് സ്റ്റോപ്പ് ലോസ് എടുക്കുന്നത്. 5 രൂപ വ്യത്യാസം നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു 4 രൂപ വ്യത്യാസം നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം, 3 രൂപ വ്യത്യാസത്തിന് മേടിക്കാം. എല്ലാം ഡിമാൻഡാണ്, ഇതും ഡിമാൻഡാണ്. 93 പറഞ്ഞ പ്രൈസും ഡിമാൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മേടിക്കാം, 10 പോയിന്റ് അസല് ഇടുക, വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഈ ലിമിറ്റ് ഓർഡർ, അല്ലെങ്കിൽ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓർഡറാണ്. 87.45 എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റ് ഓർഡറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് ഓട്ടോമാറ്റിക്കലി ലിമിറ്റ് ഇട്ട് വെക്കാം, എക്സിക്യൂട്ട് ആയിക്കോളും. അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി 10 പോയിന്റ് അസലിടുക, മേടിക്കുക. ബേസിക്കലി ഈ ട്രേഡ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. ബയ്യേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്ട് ചെയ്ത് ട്രേഡ് ആക്ടിവേറ്റ് ആയി പിന്നെ നേരിട്ട് ലിമിറ്റ് ഓർഡറിലേക്ക് വരിക ചെയ്തു. 2 ക്യാൻഡിലോട്ട് 3 ക്യാൻഡിലോട്ട് ലിമിറ്റ് ഓർഡറിലേക്ക് എത്തി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലിമിറ്റ് ഓർഡർ എല്ലാവർക്കും കിട്ടും. നിങ്ങൾ 3 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രം. ക്ഷമ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിങ്ങിൽ. അപ്പോൾ 3 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഈ ട്രേഡ് കിട്ടണത്. ഈ ട്രേഡ് കിട്ടി കഴിഞ്ഞാൽ 10 പോയിന്റ് എസ് എൽ ഇടാം. മനസ്സിലാക്കുക, കറക്റ്റായിട്ട് 10 പോയിന്റ് എസ് എൽ ഇടുക, 50 പോയിന്റ് ടാർഗറ്റ് വയ്ക്കുക. ഇത് 50 പോയിന്റ് ടാർഗറ്റാണ്. ഇത് ഇനി എത്ര ദൂരം പോവും, 50 പോയിന്റ് പോവുമോ അത് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അത് എന്നെ കൊണ്ടൊന്നല്ല, ഒരു ട്രേഡറിനെ കൊണ്ടും പറയാൻ പറ്റില്ല ഇത് ഫുൾ ടാർഗറ്റ് അടിക്കുകയോ ഇല്ല എന്നൊന്നും. അത് നല്ലൊരു കണ്ടീഷൻ ആണെങ്കിൽ ഫുൾ ടാർഗറ്റിലേക്ക് പോകും. നമുക്ക് ഇവിടെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 പോയിന്റ് ആണ്. ഞാൻ എൻ്റെ ട്രേഡേഴ്സിന് ഞാൻ കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 10 പോയിന്റ് നമുക്ക് എടുത്തിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ 10 പോയിന്റ് ഡയറക്റ്റ് എസ്സിലേ പോകും. ഇതാണ് നമ്മുടെ ട്രേഡിങ്. മിനിമമാണ് പറയണത്. നിങ്ങൾ 10 പോയിന്റ് എസ്സിൽ ഇടുന്നുണ്ട്, ആ മിനിമം 10 പോയിന്റ് ടാർഗറ്റ് പിടിക്കുക. അതാണ് ഞാൻ പറയാനുള്ളൂ. എല്ലായിടത്തും ബിഗിനേഴ്സിൻ്റെ കാര്യമാണ്, എല്ലാവരും ബിഗിനേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, 10 പോയിന്റ് എസ്സിൽ ഇടുന്ന പോലെ 10 പോയിന്റ് ടാർഗറ്റ് എടുക്കാൻ പഠിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ഒറ്റ സ്ട്രെച്ചിന് 26 പോയിന്റ് പോയിട്ടുണ്ട്. ഒറ്റടിക്ക് 26 പോയിന്റിൻ്റെ മൂവ്മെൻ്റാണ് ലിമിറ്റിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ 1:2 മുകളിലേക്ക് വന്നിട്ടുണ്ട് ഈ ട്രേഡ്. മിനിമം നിങ്ങൾ 1:1 പിടിക്കുക, 10 പോയിന്റ് പിടിക്കുക, എക്സിറ്റ് അടിക്കുക ട്രേഡിൽ നിന്ന്. കുറേ ലോട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ
10 പോയിന്റ് കിട്ടുമ്പോൾ പകുതി ലോട്ടിന് വിൽക്കുക, ബാക്കി റൺ ചെയ്യിക്കുക, എന്നിട്ട് എക്സിറ്റ് അടിക്കുക ട്രേഡിന്ന്. 1:2 1:3 ഒക്കെ കിട്ടുന്ന സമയത്ത് എക്സിറ്റ് ആവുക. അതാണ് ഒരു ഗുഡ് ട്രേഡറിൻ്റെ ഒരു സംഭവം. എല്ലാ ട്രേഡറും ടാർഗറ്റ് അടിക്കുന്നത് എനിക്ക് കൺഫർമേഷൻ ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അത് നമുക്ക് മിനിമം ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ഞാനിവിടെ ചെയ്യണത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പോയിന്റ് എസ് എല്ലിൽ 10 പോയിന്റ് ടാർഗറ്റ്. ഇത് പഠിച്ചാൽ തന്നെ ഒരു കണ്ടിന്യൂസ് നിങ്ങൾ ഒരു മാസം ചെയ്യേ. ഈ ഒരു പ്രക്രിയ ഒരു മാസം നിങ്ങൾ ചെയ്യേ. നിങ്ങൾ എത്ര ലോട്ട് എടുത്താലും 10 പോയിന്റ് എസ് എല്ലിൽ 10 പോയിന്റ് ടാർഗറ്റ്. ഇത് പിടിച്ചിട്ട് പോ. ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. മനസ്സിലായില്ലേ? നിങ്ങളുടെ ക്യാപിറ്റൽ എങ്ങനെ നോക്കിയാലും ഡബിൾ ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. സെല്ലേഴ്സിൻ്റെ ക്യാൻഡിൻ്റെ ഈ ബോഡി ലോസിൻ്റെ കാര്യം സംസാരിച്ചു 93. ഞാൻ ഇട്ട പ്രൈസ് 87. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഓർഡറിൽ മേടിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയിട്ട് മേടിക്കാം. ഇതൊക്കെയും ഒരു ട്രേഡറിൻ്റെ അവകാശത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. ഞാനതിലിപ്പോൾ വേറെ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് മനസ്സിലാവും. 93 മേടിക്കണേ, 5 പോയിന്റ് വ്യത്യാസമുണ്ട്. വേണമെങ്കിൽ ലിമിറ്റിൽ എനിക്ക് മേടിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് മേടിക്കാം. 10 പോയിന്റ് ഞാൻ എസ് ഇടുന്നുള്ളൂ. ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ പറയുക. എന്നാലാണ് ഈ 10 പോയിന്റ് പോണ സമയത്ത് ഈ 10 പോയിന്റ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് ഇറങ്ങണം. അതാണ് ഒരു ബേസിക് റൂളാണ് ഇതൊക്കെ. ഞാൻ 10 പോയിന്റ് പറയുമ്പോൾ 10 പോയിന്റ് അടിച്ച ഒരു വിക്ക് വന്ന് സ്വൈപ്പ് ചെയ്ത് പോയ വരെ നിങ്ങൾ അവിടെ ഇറങ്ങണം 10 പോയിന്റിന്. അതാണ് നമ്മൾ ട്രേഡിങ്, അതാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്ന ട്രേഡിങ് സ്ട്രാറ്റജി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇത് തികച്ചൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോസിൽ. പക്ഷേ എന്ന് വെച്ചാൽ പുതിയ ആൾക്കാർ കുറേ ഉണ്ട്. അപ്പോൾ അവർക്ക് അറിയില്ല. അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിങ് സെറ്റപ്പാണ് ഇത് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നത് ഇങ്ങനെയാണ്. ബൈയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തു, ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ളൂ. ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ബൈയേഴ്സ് ക്ലോസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ളൂ. ഇവിടെയും ക്ലോസ് ചെയ്തു, ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ളൂ. റെഡ് ക്യാനിൽ വന്നു, ബോഡി ക്ലോസ് കിട്ടി. എവിടെ കിട്ടി? 87.45. ഞാൻ പറഞ്ഞ പ്രൈസിൻ്റെ മുകളിൽ ബോഡി ക്ലോസ് റെഡ് ക്യാനിൽ കിട്ടി. അപ്പോൾ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, ട്രേഡ് ആക്ടിവേറ്റ് ആയി. പിന്നെ ഒന്നെങ്കിൽ ലിമിറ്റ് ഓർഡറിന് മേടിക്കാം, അല്ലെങ്കിൽ ഡിമാൻഡിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം. 5 പോയിന്റ് വ്യത്യാസം ഉണ്ടല്ലോ. 87, 92, 93 തമ്മിൽ 5 പോയിന്റ് വ്യത്യാസം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും മേടിക്കാം. 10 പോയിന്റ് എസ് എൽ ഇടുക. അതാണ് അടുത്ത ഒരു തിയറി കേട്ടോ വരുന്നത്. പിന്നെ കിട്ടണതൊക്കെ മാർക്കറ്റ് തരുന്നതാണ്. ഒന്നെങ്കിൽ 10 പോയിന്റ് എസ് എൽ പോവും, അല്ലെങ്കിൽ 10 പോയിന്റ് ടാർഗറ്റ് കിട്ടും. മിനിമം ടാർഗറ്റാണ് 10 പോയിന്റ്. അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുറേ ലോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് പകുതി വിൽക്കാം, ബാക്കി റൺ ചെയ്യിക്കാം. ഇനി ഒരു ലോട്ട് എടുക്കുന്ന ആൾ അവിടെ വിറ്റ് തന്നെ പഠിക്കുക. മനസ്സിലായില്ലേ? ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ഇങ്ങനെ തന്നെ ചെയ്യുക. ഇനി ഒരൊറ്റ ക്യാനിൽ തന്നെ 20 പോയിന്റ് 30 പോയിന്റ് കിട്ടുകയാണെങ്കിൽ ലക്കാന്ന് വിചാരിക്കുക. നിങ്ങൾ അത് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ നോക്കുക മാക്സിമം. ഓപ്ഷൻസ് ആണ്, ഇത് മാർക്കറ്റ് റിവേഴ്സ് ആവും, എല്ലാതും ഉണ്ട്. എല്ലാം മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്ത് ചോദിക്കാൻ ടെലിഗ്രാമിൽ ഞാൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രീ ഗ്രൂപ്പ്. ഫ്രീ ഗ്രൂപ്പിൽ ആകെ ഒരു ട്രേഡ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അതിനും മാത്രം പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഫ്രീ ഗ്രൂപ്പിലൊന്നും പെയ്ഡ് ഗ്രൂപ്പിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, ഫ്രീ ഗ്രൂപ്പിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതിനും മാത്രം ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തന്നിട്ടില്ല. പിന്നെ ഞാൻ ഒരു മണിയായപ്പോൾ ക്ലോസ് ചെയ്തു. അതായത് നമ്മുടെ ട്രേഡിങ്, പെയ്ഡ് ഗ്രൂപ്പിലത്തെ ട്രേഡിങ് നമ്മൾ 1 മണിയായപ്പോൾ ക്ലോസ് ചെയ്തു. പിന്നെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടൈമിലേക്ക്. ഇതിലാകെ ഒരു ട്രേഡാണ് വന്നേക്കണത്. നമുക്ക് ആ ട്രേഡിലേക്ക് പോവാം. അതായത് 23,200 PE-യിലാണ് നമുക്ക് ട്രേഡ് വന്നേക്കണത്. 23,200 PE നമുക്ക് കാണാം. 8.26 കൊടുത്ത ലെവലാണ് 80.35. പിന്നെ ഒരു ലെവലും കൂടി ആയിട്ട് ഉണ്ടായിട്ടുണ്ട്, 72.30. ഈ 2 ലെവലുണ്ടായിരുന്നു. പിന്നെ ബാങ്ക് നിഫ്റ്റി 674.30, 48,800 PE-യിലും. ഈ 2നും ട്രേഡ് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 1:2 ആണ്, 40 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ 1:1 ആണ്. പക്ഷേ അതിലൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാം. 23,200 PE-യും 48,800 PE കേട്ടോ. നമുക്ക് 48,800 PE ബാങ്ക് നിഫ്റ്റിയുടെ നോക്കി നോക്കാം. ഫസ്റ്റ് 8:30 കൊടുത്ത ട്രേഡാണിത്. നോക്കണം 15-ാം തീയതി ഡേറ്റ്. നേരത്തെ ഞാൻ എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല. അത് ഇവിടെ അപ്ലൈ ചെയ്ത് നിങ്ങൾ നോക്കുക. ബൈയേഴ്സ് ക്ലോസിങ് ഇതിൽ കിട്ടി, സെല്ലേഴ്സ് ക്ലോസിങ് ഇവിടെ കിട്ടി. ക്ലോസിങ് എവിടെയാണ് നോക്കുക. 679 ആണ്. ഞാൻ പറഞ്ഞ പ്രൈസ് 674 ആണ്. നിങ്ങൾക്ക് ചാടി കയറി അവിടെ നിന്ന് തന്നെ മേടിക്കാം. അതായത് നമ്മൾ ഒരു 30 പോയിന്റ് അല്ലെങ്കിൽ 20 പോയിന്റ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് 674 ആണ് നമ്മുടെ ബൈയിങ് റേഞ്ച് വരുന്നത്. അവിടെ നമുക്ക് 679 കിട്ടി. 5 പോയിന്റ് വ്യത്യാസമുള്ളൂ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ 5 പോയിന്റ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്, വലിയ ഡിമാൻഡാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ എടുത്തവർക്ക് 40 പോയിന്റാണ് പോയിക്കണത്. 40 പോയിന്റ് കറക്റ്റ് 1:2 ആണ് അച്ചീവ് ആയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് അടിയിലേക്ക് വരുമായിരുന്നു. നമുക്ക് 1:2 കിട്ടിയ സ്ഥിതിക്ക് പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. എടുത്തവർക്ക് ലാഭമായി ഉണ്ടാവും അത്. പിന്നെ നമുക്കുണ്ടായിരുന്ന 23,200 PE ആണ്. 8:30 കൊടുത്ത ലെവൽ തന്നെയാണ്. പിന്നെ ഞാൻ പുതിയ ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് 72.30. ഇത് ബൈ ചെയ്ത് വരുന്ന മാർക്കറ്റാണ്. പടിപടിയായിട്ട് ബൈയിങ് നടന്ന് വന്ന് നമ്മുടെ ലെവലിലേക്ക് വന്നു. 72ലേക്ക് വന്നു.
അവിടെ നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ വന്നു, പിന്നെ അടുത്തൊരു നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ വന്നു. പക്ഷെ അവിടെ നമ്മുടെ 80-35 എന്ന് പറഞ്ഞ ലെവലുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സെൽ രജിസ്ട്രേഷൻ കിട്ടി. ഈ സെൽ രജിസ്ട്രേഷൻ എവിടെ കിട്ടി? 72-30 സെൽ രജിസ്ട്രേഷനാണ് ഇത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പോയിന്റ് വ്യത്യാസമാണ്. ഈ 5 പോയിന്റ് വ്യത്യാസം നമുക്ക് എടുക്കാം. പക്ഷെ അത് എടുത്തവർ കുറച്ചുണ്ടാവുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 78 റേഞ്ചിനൊക്കെ വന്നത്. അപ്പോൾ 6 പോയിന്റ് വ്യത്യാസം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലവർക്ക് ഇഗ്നോർ ചെയ്യാം, മനസ്സിലായില്ലേ? വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം, ഈസിയാണ് ഇഗ്നോർ ചെയ്യുക. അല്ലെങ്കിൽ എടുത്തവരുണ്ടെങ്കിൽ അവർക്കത് ഒരു 15 പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. 94 വരെ പോയിട്ടുണ്ട്. അതായത് 77 94 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 15 പോയിന്റ് വ്യത്യാസമൊക്കെ ഒരു പ്രോഫിറ്റ് കണ്ടിട്ടുണ്ട് അവിടെ. എന്നിട്ട് അടിയിക്ക് വരെ ചെയ്തത്. പിന്നെ 80 എൻട്രി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എൻട്രി പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ 80-35. ആ 80-35 ഇവിടെയാണ് സെല്ലേഴ്സ് ക്ലോസിങ് വന്നേക്കണത്. ഇവിടെ സെല്ലേഴ്സ് ക്ലോസിങ് കൂട്ടില്ല, അത് ക്ലോസ് ആയിട്ടില്ല. അടിയിലാണ് ബോഡി ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇത് കൂട്ടില്ല, ഇത് കൂട്ടും. ഇത് മുകളിലാണ് ക്ലോസ് ചെയ്യുന്നത്. പിന്നെ ലിമിറ്റ് ഓർഡറിൽ മേടിക്കുക, വരുമ്പോൾ ലിമിറ്റ് ഓർഡറിൽ ഇട്ട് വയ്ക്കുക, മേടിക്കുക. ഇത് പക്ഷേ 10 പോയിന്റ് പോയിട്ടുണ്ട്. എസ്എല്ലാണത്. അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ എസ്എൽ വന്നേക്കണത്. പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. 6 പോയിന്റ് വ്യത്യാസത്തിനാണ് നിങ്ങൾക്ക് കിട്ടണത്. 10 പോയിന്റാണ് നമ്മൾ എസ്എൽ ഇടുന്നത്. നിങ്ങൾക്ക് എടുക്കാം. അതൊക്കെ ഒരു മിനിമം റിസ്ക് ആണ് അതൊക്കെ. ഞാൻ പിന്നെ സാധാരണ പറയാറ് 3 പോയിന്റ് 4 പോയിന്റ് വ്യത്യാസത്തിന് വരുമ്പോൾ എസ്എൽ കൊടുക്കണതിന് ഒരു കാര്യം ഉണ്ടാവും. 3 പോയിന്റ് 4 പോയിന്റ് വ്യത്യാസത്തിന് എടുക്കുമ്പോൾ 10 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് അടിച്ചു പോകുന്ന ഒരു എസ്എൽ അല്ല. അല്ലെങ്കിൽ ലിമിറ്റിൽ കിട്ടണം. ലിമിറ്റിൽ കിട്ടാത്ത സ്ഥിതിക്ക് 6 പോയിന്റ് വ്യത്യാസത്തിന് കിട്ടുമ്പോൾ അത് ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ 10 പോയിന്റാണ് എസ്എൽ കൊടുക്കുന്നത്. അത് പ്രശ്നമില്ലാത്തൊരു ഏരിയ തന്നെയാണ്. വേണമെങ്കിൽ എടുക്കാം, എടുക്കാത്തവരുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ട്രേഡ് ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു ട്രേഡും ബാങ്ക് നിഫ്റ്റിയിലത്തെ ആ ട്രേഡും 40 പോയിന്റിൻ്റെ ഈ 2 ട്രേഡാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് പെയ്ഡ് ഗ്രൂപ്പിലാണ്. പെയ്ഡ് ഗ്രൂപ്പിൽ ഫസ്റ്റ് ട്രേഡ് നമുക്ക് ഡയറക്റ്റ് എസ്എല്ലാണ്. സെക്കൻഡ് ട്രേഡ് നമുക്ക് 10 പോയിന്റ് കിട്ടിയിട്ടുള്ളൂ. 15 പോയിന്റ് കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് ട്രേഡ് പെയ്ഡ് ഗ്രൂപ്പിൽ. ഇതാണ് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പ്. ഇതിൽ വലിയ ട്രേഡൊന്നും ഉണ്ടായിട്ടില്ല. ആകെ 2 ട്രേഡ് ഉണ്ടായിരുന്നത്. കുറേ നേരം നോക്കിയിരുന്ന് കിട്ടിയ 2 ട്രേഡാണ്. പക്ഷേ കിട്ടിയൊരു ട്രേഡ് ഡയറക്റ്റ് എസ്എൽ ഹിറ്റായി. പിന്നെ നമുക്ക് ഒരെണ്ണം 1:1 അടിച്ചത്. 15 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ അതും എടുത്തവരുണ്ട്. പക്ഷെ ഓവറോള് ഇന്ന് എല്ലാവർക്കും ഒരു മിക്സഡായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കാണാം 12 വരെയാണ് ട്രേഡ് ഉണ്ടായിരുന്നത്. 12 കഴിഞ്ഞപ്പോൾ നമുക്ക് ട്രേഡ് സ്റ്റോപ്പ് ചെയ്തു. ഒരു സ്ട്രഗ്ലിംഗ് ആയിരുന്നു, മാർക്കറ്റ് സ്ട്രഗ്ലിംഗ് ആയിരുന്നു ടോട്ടൽ എന്ന്. അപ്പോൾ നമ്മളവിടെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 1:30 ആയപ്പോൾ പിന്നെയും മൂവ്മെൻറ്റ് തുടങ്ങി. വീറിഷിലേക്ക് ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രേഡിലുണ്ടായിരുന്നില്ല. നമ്മൾ എല്ലാവരെയും കൊണ്ടും ക്ലോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ട്രേഡിംഗ് ഒക്കെ. ബാക്കി നാളെയാണ് കാര്യങ്ങൾ. നാളെ ഇനി വ്യാഴാഴ്ചയാണ്, എക്സ്പയറി ആണ്. അപ്പോൾ ഇത്തിരി ട്രാപ്പിങ്ങുകളൊക്കെ മാർക്കറ്റിൽ നടക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യാൻ എല്ലാവരും. നമ്മുടെ ഒപ്പം ട്രേഡ് ചെയ്യണ എല്ലാവർക്കും ഒരു മൈൻഡ് സെറ്റ് വന്നേക്കണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യം, എനിക്ക് പേഴ്സണലി നിങ്ങളുടെ പെയ്ഡ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പെയ്ഡ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇവരൊക്കെയും ഒരു മൈൻഡ് സെറ്റിക്ക് വന്നേക്കണത് 10 പോയിന്റ് എസ്എൽ ഇടാനാണ്. നമ്മൾ അങ്ങനെ ഇടിപ്പിച്ചാണ് പഠിപ്പിച്ചേക്കണത്. അപ്പോൾ എല്ലാവരും 10 പോയിന്റ് എസ്എൽ തന്നെ ഇറങ്ങിക്കോളും. അതാണ് ഒരു പോസിറ്റീവ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ 2 ട്രേഡ് 3 ട്രേഡ് 4 ട്രേഡ് 5 ട്രേഡൊക്കെ എസ്എൽ അടുപ്പിച്ച് വന്നാലും നമുക്ക് ഒരൊറ്റ ട്രേഡ് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ 2 ട്രേഡ് കൊണ്ട് തന്നെ എല്ലാ എസ്എല്ലും നമുക്ക് റിക്കവർ ആക്കാൻ പറ്റും. അങ്ങനെ 10 പോയിന്റ് മാത്രം നിങ്ങൾ കളഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മസ്റ്റായിട്ട് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക വീഡിയോ, മനസ്സിലായില്ലേ? പിന്നെ അപ്സ്റ്റോക്കിലും ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലും നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്. സ്റ്റോക്ക് റെക്കമെൻഡേഷൻസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.